നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നോക്കാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ഒരു മുന്നറിയിപ്പ്, ഒരു ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ, എൻ്റെ റീഡിംഗ് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ടോ വഴികാട്ടിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ നമ്മൾക്ക് ഇതിനകത്തൊരു അഫർമേഷനും കാര്യങ്ങളും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ആ പെയിൻഫുള്ളായ ഒരു അവസ്ഥയിൽ നിന്നും ഒരു റിലീഫ് ലഭിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു അഫർമേഷൻ ഇടുന്നത്. അത് യൂണിവേഴ്സിനെ കണക്റ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും പറയാവുന്ന അത്രയും ടൈം പറയുക. നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു നെഗറ്റീവ് തിങ്കിങ്ങും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ബ്ലോക്കേജും എല്ലാം മാറി നിങ്ങൾക്കൊരു വാതിൽ തുറന്ന് കിട്ടുമെന്നത് 100% ഉറപ്പാണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ്. പേജ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത്. വളരെ ഇമോഷണലി നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് വളരെ, അതായത് ഏതൊരു സാഹചര്യത്തെയും ഇനി ഒരു പുഞ്ചിരിയോടുകൂടി കാണാൻ പാകത്തിന് നിങ്ങൾ വളരെയധികം സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയായി കഴിഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും ഒരുപാട് ബന്ധനങ്ങളും ഹീലിംഗ് ആയി പോയിരിക്കുന്നു. ഒരുപാട് നെഗറ്റീവ് എനർജികൾ, മറ്റുള്ള വ്യക്തിയെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ്, അവരാൽ ഉണ്ടായ ബ്ലോക്കേജ്, ഒരു വ്യക്തിയാൽ ഉണ്ടായ ബ്ലോക്കേജ്, ഇതെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നും റിമൂവ് ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും ഇനി തരണം ചെയ്യാൻ പാകത്തിനുള്ള മനസ്സിന് പവർ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പറ്റുന്നു. പുതിയ തുടക്കങ്ങളാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ബ്ലോക്കേജുകളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു. നിങ്ങൾക്കിനി ഒരു ബ്ലോക്കേജുമില്ല, ഒരു വ്യക്തിയുമായുടെയും ബന്ധനവുമില്ല, ഒരു നഷ്ടബോധവും സങ്കടങ്ങളോ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് മുന്നിൽ ഇനി വലിയ ഒരു തുടക്കമാണ്. നിങ്ങൾ പോലും ചിന്തിക്കാത്ത വിധം പുതിയൊരു തുടക്കവും വളർച്ചയുമൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു വളർച്ചയുണ്ടാകുന്നു. അതുപോലെ തന്നെ പഠന കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു പുതിയൊരു വഴിത്തിരിവായി കഴിഞ്ഞു. വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടേതായ ഒരു വാതിലും അതിൻ്റെ സമയമായി അവരത് സ്റ്റാർട്ടിങ് ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കതിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾക്കിനി പുതിയ എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്കും എല്ലാം കരിയർ സംബന്ധമായിട്ട് ഒരു ജോലിക്കായിട്ട് ഇത്രയും നാൾ ഇൻ്റർവ്യൂ മറ്റുമെല്ലാം അറ്റൻഡ് ചെയ്തിട്ടും റെഡി ആവാതെയും, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു അവസരം, ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നവർക്കെല്ലാം നിങ്ങളുടെ മുന്നിൽ ഇനി ഒരു ഓപ്പണിംഗ് നടന്നിരിക്കുന്നു. നിങ്ങൾ പോലും അറിയാതെ ഒരു മിറാക്കിൾ പോലെ നിങ്ങൾക്ക് മുന്നിലേക്ക് അതിനെക്കുറിച്ചൊരു സന്ദേശം എത്രയും വേഗം എത്തിച്ചേരും. ഒരു സക്സസ്സും ഹാപ്പിനെസ്സുമായൊരു സന്ദേശം എത്തിച്ചേരുമെന്നാണ് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു മുന്നറിയിപ്പ്. അതുപോലെ തന്നെ ലക്ഷ്യം കൈവരിക്കുന്നതിന് സമർപ്പിതമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് നെഗറ്റീവായതൊന്നും അല്ല നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എവിടെയാണോ നിങ്ങളിനി മുന്നോട്ട് തുടരണമെന്ന് ആഗ്രഹിച്ചത്, എന്താണോ പുതിയതായിട്ട് സ്റ്റാർട്ടിങ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്, ആ കാര്യമാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. 3 ഓഫ് വാൻഡ്സ് ആണ്. പുതിയ തുടക്കമാണ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ വളരെ ഫയറാണ്. നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് ഇനി നിങ്ങൾക്കൊരു തകർച്ചയല്ല, ഉയർച്ചയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം പ്രവർത്തിച്ചു. നിങ്ങൾ ബുദ്ധിപൂർവ്വം, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ടൊക്കെ വെച്ചിരുന്നു. പെട്ടെന്ന് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലായ്മയിൽ ഒരുപാട് നിഗൂഢമായ രഹസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചെറിയ കുട്ടികളുടെ ഒരു ഇതാണ് കേട്ടോ. ഒരുപാട് ഏജ്ഡ് ആവാത്ത ആളുകളുടെ ഒരു പ്രസൻസും എനർജിയുമാണ് കേട്ടോ കയറി വരുന്നത്. ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും തൊഴിലിന് വേണ്ടിയിട്ടൊക്കെ ഒരു തുടക്കക്കാരുടെ ഒരു എനർജിയാണ് കയറി വരുന്നത്.
വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഒളിച്ച് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ശരിക്കും പ്രെയർ ചെയ്തിട്ടുണ്ടാവാം, പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് അബണ്ടൻസും സമൃദ്ധിയും ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിരുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് പെയിൻ അനുഭവിച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിൽ. അതെല്ലാം മാറുകയാണ്. നിങ്ങൾക്കിനി ഒരു പുതിയ സ്റ്റാർട്ടിങ്, നല്ല ഫയറോടുകൂടി, ഫയർ എലമെൻസ് ആണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നല്ല ഫയറോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സിങ്, ഇമോഷണലി ഒക്കെ നിങ്ങൾ വളരെ ശാന്തമായൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനും മുന്നോട്ടിനി ഇങ്ങനെയാണ് ലൈഫ്, ഇതാണ് ജീവിതമെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾ വളരെയധികം റിലാക്സായ കുറേ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നല്ലപോലെ മെഡിറ്റേഷൻ, ഒരുപാട് പേര് നല്ല പോലെ സമർപ്പണ ബോധത്തോടു കൂടി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയും അതിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് ചെറുതായിട്ട് ബെനിഫിറ്റ് ലഭിച്ചു തുടങ്ങിയിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മെഡിറ്റേഷൻ, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രെയറിൻ്റെയും മെഡിറ്റേഷൻ്റെയും ഫലമായിട്ട് നിങ്ങളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് എനർജികൾ പുറന്തള്ളപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾ വളരെയധികം സാമ്പത്തികമായ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്ത വ്യക്തികളെയാണ് കാണുന്നത് ഇതിനുള്ളിൽ. അതായത് നിങ്ങൾ ഒരുപാട് കൊടുത്തുകൊണ്ടേയിരുന്നവർ, നിങ്ങളിൽ നിന്നും വാങ്ങാനായിട്ട് എല്ലാവരും നിരന്നിരുന്നു, നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നവരെയാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഫൈറ്റിങ്, നിങ്ങളുമായിട്ട് ഒരു മടിയുമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും യാതൊരു വാല്യം തരാതെ നിങ്ങൾക്ക് നേരെ ഫൈറ്റിംഗ് ചെയ്തതും നിങ്ങളെ തോൽപ്പിച്ച് വിജയം കണ്ട് സന്തോഷിച്ചവരുമാണ് നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നത്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നിങ്ങൾ ഒരുപാട് ഇമോഷണലി നിങ്ങൾ ചൂഷണം ചെയ്യുന്നെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും വീണ്ടും വിട്ടുകൊടുത്തും ക്ഷമിച്ചും നിങ്ങൾ പിന്മാറിയും നിരാശയോടുകൂടി മാറി നിൽക്കുകയും ചെയ്തവരാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിവൈൻ പറയുന്നത് നിങ്ങളിനി ഇമോഷണലി നല്ല പോലെ പോസിറ്റീവായി കഴിഞ്ഞു. നിങ്ങൾക്കിനി ഏത് സാഹചര്യത്തെയും ഏതൊരവസ്ഥയെയും നിങ്ങൾക്കിനി കൈകാര്യം ചെയ്യാൻ പാകത്തിന് നിങ്ങൾ പ്രാപ്തരായി. നിങ്ങളിൽ നിന്ന് ഒരുപാട് നെഗറ്റീവായ ചിന്തകളും പെയിനും എല്ലാം ഇറങ്ങി നിങ്ങൾ പൂർണ്ണമായി റിലാക്സ് ആവാൻ പഠിക്കുകയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ആ ഒരു ശരി തെറ്റുകളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ വ്യക്തികളെയും ഇനി നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ പാകത്തിനും നിങ്ങൾ നല്ല രീതിയിൽ ഒരു ചേഞ്ചിങ്, നിങ്ങളുടെ സോളിന് നല്ലൊരു ചേഞ്ചിങ് വന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. 10 ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വേദനകൾക്കും നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച സ്ട്രഗിളിങ്ങിനും ഫൈറ്റിനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായിരുന്ന കൺഫ്യൂഷനും എല്ലാം ചേഞ്ചായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി എന്താണ് പറയുന്നത്, നിങ്ങളുടെ വേദനകൾ അവസാനിച്ചു. ഇനി നിങ്ങൾക്ക് അടുത്ത പടിയെന്ന് പറയുന്ന സക്സസ് ആണ്. നിങ്ങളുടെ നിരാശ, നിങ്ങൾ അനുഭവിച്ച, നിങ്ങൾക്ക് ഒരുപാട് വഞ്ചന, ഒരുപാട് ചതിയിൽ പെട്ടുപോയ വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിന്തിക്കാൻ വയ്യാത്ത വിധം ഒരിക്കലും ഇനി കര കയറില്ല എന്ന് ചിന്തിച്ച് തകർന്നു പോയ, ഒരിക്കലും 4 കാലയിൽ വീണുപോയ, എഴുന്നേൽക്കാൻ സാധിക്കാത്ത മരണതുല്യമായി വീണുപോയ വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നോർത്താൽ നിങ്ങൾ തിരിച്ചു വരികയാണെന്നാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഊർജ്ജസ്വലമായി, പവർഫുള്ളായി ഇനി ഏതു വ്യക്തികളെയും ഏത് സാഹചര്യത്തെയും നേരിടാൻ പാകത്തിന് നിങ്ങൾ പവർഫുള്ളായി കഴിഞ്ഞു. നിങ്ങൾക്കിനി ഒരു പരാജയമല്ല. ഇനി മുന്നോട്ട് നിങ്ങൾ ആജ്ഞാപിക്കുന്നതും നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ സാമ്പത്തികമായും മണി സംബന്ധമായൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന വ്യക്തികളാണ്, അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്തിരുന്ന വ്യക്തികളാണ്. നിങ്ങൾക്കതെല്ലാം നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എത്തിച്ചേരുന്നു. 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞൊരു കുടുംബ ജീവിതം, നിങ്ങളുടെ ആ ഒരു ബോർഡറിനുള്ളിൽ നിൽക്കാവുന്ന, നിങ്ങൾ കെട്ടിയ മതിലിനുള്ളിൽ നിൽക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പങ്കാളികളും നിങ്ങളോടി കൂടി നല്ല ബ്ലെസ്സിങ്സ് ആയ ഒരു കുടുംബ ജീവിതം നിങ്ങളുടെ ഇനി മുന്നോട്ട് ഉണ്ടാവുകയാണെന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഒരുപാട് പ്രതീക്ഷയായിരുന്നു നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടവരെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുടുംബ ജീവിതത്തെയും കൂടെ ഉള്ളവരെയും എല്ലാം ചേർത്ത് പിടിച്ച് നല്ല ഒരു സ്റ്റാർ പോലെ
ഏറ്റവും നല്ല രീതിയിൽ ഒരുപാട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച നിങ്ങൾക്കിടയിൽ ഒരു നെഗറ്റീവായ ഒരു വശം വന്നു ചേർന്ന് നിങ്ങളറിയാതെ നിങ്ങളിലേക്കോ നിങ്ങളുടെ പാർട്ട്ണറിലേക്കോ മറ്റൊരു സാഹചര്യം വന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. പക്ഷേ അതിൽ നിന്നും നിങ്ങൾക്കിനി ഒരു മൂവ് ഓൺ ചെയ്യുകയാണ് നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും. നിങ്ങൾക്കിനി നിങ്ങളുടെ കുടുംബത്തെ തിരിച്ച് കിട്ടുകയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അവസാനിച്ച് നിങ്ങളിലേക്ക് ഇനി ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ബ്ലെസ്സിങ്സും ആണ് വരുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പരസ്പരം ബഹുമാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യാനും ആ കുറവുകളെയും എല്ലാത്തിനെയും ഇനി മനസ്സിലാക്കാനും, അതായത് വളരെയധികം ഇനി നല്ല ഒരു യോജിപ്പോടു കൂടി പോകുന്ന ഒരു കുടുംബജീവിതമാണ് നിങ്ങളിലേക്ക് ഇനി വരാൻ പോകുന്നത്. പരസ്പര ബഹുമാനത്തോടു കൂടി, ഒരേ അഭിപ്രായത്തോടു കൂടി, ഒരേ ആശയവിനിമയത്തോടു കൂടി അത്യന്താപേക്ഷിതമായിട്ടാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വളരെ പ്രഷ്യസായി നിങ്ങളുടെ ഒരു മാതാവിൻ്റെ സാന്നിധ്യം, അമ്മയുടെ ഒരു പ്രെയർ, അമ്മയുടെ ഒരു നിങ്ങളുടെ മദറിൻ്റെ വളരെ അധികമുള്ള ഒരു സാന്നിധ്യം ഇനി നിങ്ങളിലേക്ക് ഉണ്ടാവുകയാണ്. അവരുടെ പ്രാർത്ഥനയുടെയും പ്രെയറിൻ്റെയും അവരുടെ ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് നിങ്ങൾക്കിനി നല്ലൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ കെട്ടിപ്പടുത്ത് ഉയർത്താൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരാണ്, സാമ്പത്തികമായ കാര്യത്തിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തവരാണ്. അതിനുമെല്ലാം ഇനി നിങ്ങൾ ഒന്നിച്ച്, നിങ്ങളുടെ കുടുംബം ഒന്നിച്ചാണ് അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ചേർത്ത് പിടിക്കുന്നതുമായൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ എല്ലാ സ്കിൽസും നിങ്ങളുടെ എല്ലാ കഴിവുകളും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളിനി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അത് ഉപയോഗിക്കേണ്ടി വരുന്നു. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളുടെ ലൈഫിനെ ഇനി പൂർണ്ണമായും സ്പെൻഡിങ് ചെയ്യേണ്ടതായിട്ടും അതിന് തയ്യാറായിട്ട് നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 2 ഓഫ് സോഴ്സ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് കുറേ വ്യക്തികൾക്ക്. കാരണം നിങ്ങളൊരു പഴയ കാര്യത്തെ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചൊരു സാഹചര്യമാകാം, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു സാഹചര്യമാകാം. ഏതായാലും നിങ്ങളുടെ ഒരു പഴയ സാഹചര്യത്തെ, ഒരു പാസ്റ്റിലെ ഒരു കാര്യത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് വളരെയധികം ഊർജ്ജസ്വലമായും വളരെ നല്ല പവറോടുകൂടി നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ്. ഏത് പ്രതിസന്ധികളെയും നിങ്ങൾക്ക് പോരാടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് മുമ്പിൽ പല ഓപ്ഷൻസ് ഉണ്ടായിട്ടും നിങ്ങൾ അതിനെ ഒന്നും ചേർത്ത് പിടിക്കാതെ നിങ്ങൾ ഇപ്പോഴും ആ പാസ്റ്റിലുള്ള ആ ഒരു സാഹചര്യത്തെയോ ആ വ്യക്തിയെയോ ആ ഒരു എന്ത് കാര്യമായാലും ഒരു പാസ്റ്റിലെ കാര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നവർക്ക് ഇനി അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഹൃദയത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഹൃദയത്തെ ശുദ്ധമായി വയ്ക്കുക. ഭയപ്പെടുത്തുന്നതായി തോന്നിയാലും നിങ്ങൾ എന്ത് ചെയ്തോളുക, നിങ്ങൾ മുന്നോട്ട് കുതിച്ചോളുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ വളരെയധികം ഇമാജിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതായത് ഒരു പഴയ നിങ്ങളുടെ പാസ്റ്റിൽ ഒരു ജോബ് സംബന്ധമായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ കുറേ കാലം ഒറ്റപ്പെട്ട് നിന്നൊരു ലൈഫായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിക്കുള്ളിലേക്ക് ആരെയും കടത്തിവിടാതെ നിങ്ങൾ സെൽഫായിട്ട് കുറേ നാൾ മുന്നോട്ട് പോയ വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ അനുഭവിച്ചിട്ട് അതിൽ നിന്നും നിങ്ങൾ സക്സസ് ആയി നിൽക്കുന്ന വ്യക്തിയാവാം. എന്തായാലും ഏത് സാഹചര്യത്തെയാണെങ്കിലും നിങ്ങൾക്കിനി അത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയുള്ളൊരു ലൈഫ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്, നിങ്ങൾ എന്താണ് ഇമാജിൻ ചെയ്യുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി പുതിയ ഇമോഷനാണ്. വളരെയധികം സംതൃപ്തവും സന്തോഷവുമായ ഒരു
സാഹചര്യത്തെ നിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തുകയാണ്. ഇമോഷണലി എല്ലാ അബണ്ടൻസും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ നിങ്ങൾക്കിനി കെയർ ചെയ്യാനും സംരക്ഷിക്കാനും സ്നേഹിക്കാനും ചേർത്ത് നിർത്താനും സാധിക്കും. നിങ്ങളുടെ കൈകളിലാണ് ഇനി മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ ദ എംബററാണ്. നിങ്ങളാണ് ഇനി പവർഫുള്ളായ വ്യക്തി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ കൈക്കുള്ളിൽ നിൽക്കുമെന്നുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നമുക്ക് മാലാഖമാർ നൽകിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി എന്നാണ്. വളരെ നല്ല രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, വ്യക്തമായ ഒരു ആശയവിനിമയം നടത്തുക. സാഹചര്യങ്ങളിൽ വളരെ കൃത്യവും ശ്രദ്ധാപൂർവമായ ആശയവിനിമയം ആവശ്യമാണ്. നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവർ മനസ്സിലാക്കുമെന്ന് ഒരിക്കലും കരുതരുത്. നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യവും നമ്മുടെ കൂടെയുള്ളവർ മനസ്സിലാക്കിയെന്ന് വരില്ല. വ്യക്തിപരമായ ചർച്ചകളാണ് അഭികാമ്യം. അതായത് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. നമ്മുടെ കൂടെ നമ്മളെ വിട്ടിട്ട് പോയവർ തിരിച്ചു വന്നാലും ഇനി നമ്മുടെ കൂടെ ഉള്ളവരോടുമെല്ലാം നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കണം. ഒന്നും ആർക്കും ആരിൽ നിന്നും ഒളിച്ച് ആരുടെയും മനസ്സ് വായിക്കാൻ സാധിക്കില്ല. അങ്ങനെ വായിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള പെയിനോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മൾ ക്ലിയറായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ആശയവിനിമയ രീതി വളരെ സമഗ്രമാണെന്ന് ഉറപ്പാക്കുക. അതുപോലെ തന്നെ നിങ്ങളുമായി ബന്ധമുള്ള മറ്റാരൊക്കെയോ തെറ്റായ ഒരു ആശയവിനിമയം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെന്ന് ഏഞ്ചൽസ് പറയുന്നുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയെക്കുറിച്ചും മറ്റാരൊക്കെയോ നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ തന്നിട്ടുണ്ട്. അത് തിരുത്തുക. ആ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ എന്ത് ചെയ്യുക, പരിഹരിക്കുന്നതിലൂടെ സാഹചര്യം നിങ്ങൾക്ക് മാറി വരും. സന്തോഷം എന്താണ്, മുൻപോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന മറ്റൊരു ഗൈഡൻസ് എ ഇയർ ഫ്രം നൗ എന്നാണ് കേട്ടോ. ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താണോ ഏഞ്ചൽസിനോട് ചോദിക്കുന്നത് അത് ഈ നിമിഷം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നടന്നിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ യാത്ര തുടരുക. അതുകൂടാതെ അതിനുവേണ്ടി പ്രവർത്തിക്കുക. നല്ലതുപോലെ ആഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങൾ അത് സ്വീകരിക്കുന്നതായി തയ്യാറെടുക്കുക. അപ്പം നമ്മളതിനെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് കാര്യമാണോ വെയിറ്റിംഗ് ചെയ്യുന്ന കാത്തിരിക്കുന്നത് അതൊരു വർഷത്തിനുള്ളിൽ നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് പറയുന്നു. അതിനെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, ശ്രമിക്കുക. നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറെടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ മറ്റാരൊക്കെയോ നേരായ തീരുമാനങ്ങളിലൂടെയാണ് അത് സാധ്യമാക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉത്തരം നൽകിക്കഴിഞ്ഞു. പ്രാർത്ഥനകളും തെളിവുകളും നിങ്ങൾക്ക് ഉടനടി കാണാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തനം നടക്കുന്നു എന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് പറഞ്ഞു നൽകുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് നഷ്ടമായത്, എന്താണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തും. നമ്മളിവിടെ പേഴ്സണൽ റീഡിങ്ങിൽ ആരോഗ്യമൊക്കെയോ 1 ഇയറിൻ്റെ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു എനർജി ആയിരിക്കാം കയറി വരുന്നത്. അവരിത് കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് എനർജി കയറി വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തന്നിരിക്കുന്ന അഫർമേഷൻ ചെയ്യുക. നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവും ലൈഫിൽ വരും. നിങ്ങൾക്കൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യന് ഒരു 21 ദിവസത്തിനുള്ളിലോ 48 ദിവസം നിങ്ങൾ എത്രത്തോളം സമർപ്പണ ബോധത്തോടു കൂടി ചെയ്യുന്നു, 10 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളുടെ സമർപ്പണം ആ ഒരു അഫർമേഷൻ 2 നേരം ചൊല്ലാൻ പറ്റുമെങ്കിൽ 108 തവണ 2 നേരം പറയുക. നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറയാൻ പറ്റുന്നു അപ്പോഴൊക്കെ പറയുക. 100% നിങ്ങൾക്ക് വളരെ ചേഞ്ചിങ് ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും നന്മ വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും നന്മ വരട്ടെ. God bless you.